അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്, തുണി വ്യാപാരിയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പയും തുണി വ്യാപാരിയാണ്. പുതപ്പ് കച്ചവടക്കാരൻ എന്നാണ് ചരിത്രത്തിൽ ഉണ്ടാവുക. പുതപ്പ് കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ടെക്സ്റ്റൈൽസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ കാലത്ത് ഇടുക്കലും പുതപ്പാണ്, പുതക്കലും പുതപ്പാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വസ്ത്രം പുതപ്പായതുകൊണ്ട് പുതപ്പ് വ്യാപാരം എന്ന് പറഞ്ഞതാണ്. ടെക്സ്റ്റൈൽസ് ആണ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വാപ്പാക്ക് ജ്വല്ലറിയാണ്. മൂപ്പേർക്ക് ടെക്സ്റ്റൈൽസും വാപ്പാക്ക് ജ്വല്ലറിയും. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മല്, വള, കൈച്ചെയിന് അങ്ങനത്തതല്ല. സ്വർണത്തിൻ്റെ പടച്ചോൻ, വെള്ളിൻ്റെ പടച്ചോൻ, പഞ്ചലോഹ പടച്ചോന്മാർ, അതാണ് വാപ്പാൻ്റെ കച്ചവടം. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വാപ്പ. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കച്ചവടത്തിന് പോയി. കച്ചവടക്കാരനാണ്, കച്ചവടത്തിന് പോയി. കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ചന്ദ്രൻ ഉദിക്കാത്ത ഒരു ദിവസം പെട്ടെന്ന് ഒരു ചന്ദ്രൻ ഉദിച്ചു വന്നു. വലിയ ചന്ദ്രനാണ്, ആകാശത്തല്ല, കുറച്ച് താഴെയാണ്. ഉദിച്ചു വന്ന വലിയ ചന്ദ്രൻ ചെറിയ 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 കഷ്ണങ്ങളായി മാറി മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട വീടുകളിലേക്കും ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പോയി. എല്ലാ തറവാട്ടുക്കും ഓരോ കഷ്ണം. കുറച്ച് കഴിഞ്ഞ് ഖദീജ ബി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ, ഉറക്കത്തിലാണ്, നോക്കിയിരിക്കുമ്പോൾ ആ പോയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയിരിക്കുമ്പോൾ പോയ കഷ്ണങ്ങളൊക്കെ മടങ്ങി ഇങ്ങോട്ട് തന്നെ വന്ന് പഴയതുപോലെ കൂടി വലിയൊരു ചന്ദ്രനായി മാറിയിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ മൂപ്പര് അണഞ്ഞു കൂട്ടിയിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് നോക്കുമ്പോൾ കാണാനില്ല. സ്വപ്നം കഴിഞ്ഞു, കിനാവ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നേരം പുലർന്നപ്പോൾ സാധാരണ കാണുന്നത് പോലത്തെ കിനാവല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് കച്ചവടത്തിന് പോയ സ്ഥലത്ത് പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അയാളെടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ തഅബീർ, വിശദീകരണം എന്താണ് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഈ സ്വപ്നത്തിൻ്റെ തഅബീർ എന്ന വിശദീകരണം അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാണ് ഈ സ്വപ്നത്തിൻ്റെ തഅബീർ. കച്ചവടം കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലാനത്തുല്ലാഹി അലൈഹി ആയ അബൂജഹൽ ചെന്നിട്ട് മെല്ലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, അബൂബക്കറെ, നാട്ടിലെ വല്ല വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബൂബക്കർ എന്നല്ല, അന്നത്തെ പേര് അബ്ദുൽ കഅബ എന്നാണ് കേട്ടോ. നമുക്ക് പറയാൻ പറ്റിയ പേര് അബൂബക്കർ എന്നായതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളൂ. അബൂബക്കറെ, നാട്ടിലെ വല്ല വിവരം എൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വേഗം വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് തുണിങ്കുപ്പായൊക്കെ മാറ്റിയിട്ട് ഇലാ ഹദ്റത്തി ഹബീബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു മുസ്തഫായ നബി തങ്ങളുടെ ഹദ്റത്തിൽ ചെന്ന് ചോദിച്ചു, മുഹമ്മദേ, ഞാൻ കേട്ടത് ശരിയാണോ? നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എന്നെ നബിയായി നിയോഗിച്ചിട്ടുണ്ട്, എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നോതി കൊടുത്തപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിച്ചു മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രസംഗം നടത്തിയ ആള് അബൂബക്കർ സിദ്ദീഖാണ്. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ സ്ത്രീകളിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയാണ്. വാപ്പാൻ്റെതാണ് മോള്, വാപ്പാൻ്റെ ഗുണം ഉണ്ടാവുമല്ലോ മോൾക്ക്. തന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയാണ്. പുരുഷന്മാരെ കൂട്ടത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത്
മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബറാണ് റളിയല്ലാഹു. ഒരിക്കൽ നബിനോട് ചോദിച്ചു, നബിയെ ഞാൻ കഅബൻ്റെ അടുത്ത് നിന്ന് പ്രസംഗിക്കട്ടെ ചോദിച്ചു. അന്ന് പ്രസംഗിക്കാൻ പറ്റിയ കാലമൊന്നും ആയിട്ടില്ല. നബി തങ്ങൾ സമ്മതിച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വാശി പിടിച്ചു, എനിക്ക് എന്തായാലും പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അവസാനം മൗനം സമ്മതാക്കിയിട്ട് മൂപ്പര് പോയിട്ട് പ്രസംഗിച്ചു. പ്രസംഗം ഇങ്ങനെ തുടങ്ങി ചൂടായി ഇങ്ങോട്ട് ഉഷാറായി ഇങ്ങോട്ട് വന്നപ്പോൾ ഏറിട്ടി, ചെരിപ്പുകൊണ്ട് ഏറിട്ടി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് ബോധം കെട്ട് വീണു, അടിയിട്ടിട്ട് ഏറും കുത്തും കിട്ടിയിട്ട് അമ്മാതിരി അടി കഅബൻ്റെ അടുത്തുനിന്ന്. ഏറ് കിട്ടി ബോധരഹിതനായി വീണപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു. അന്ന് അങ്ങനെ ഒരു ഗുണമുണ്ട്, കുടുംബത്തെ തൊട്ടാൽ വിവരം ഉണ്ടറിയും. അങ്ങനെ ഉണ്ടായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കുടുംബക്കാർ മുസ്ലിങ്ങളൊന്നല്ല, ഓല ഓടി വന്നു. നമ്മളെ തൊടാൻ മാത്രം ആയോ എന്ന് ചോദിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ താങ്ങിയെടുത്തിട്ട് ഉമ്മാൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കടത്തിയിട്ട് നോക്കുമ്പോൾ മുണ്ടിനില്ല, മൂപ്പര് ബോധം വരുന്നില്ല. മരിക്കുമെന്ന് തോന്നി. മരിക്കുമെന്ന് തോന്നിയപ്പോൾ കുടുംബക്കാർ കഅബൻ്റെ അടുത്ത് വന്ന് പ്രഖ്യാപിച്ചു, ഈ അസുഖത്തിൽ അബൂബക്കർ മരണപ്പെട്ടാൽ അതിന് പകരമായി ഉത്തുബത്തിനെ ഞങ്ങൾ കൊല ചെയ്യുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു. ഉത്തുബത്ത്, അബൂജാഹിൽ, ഉത്തുബത്ത്, ഷൈബത്ത് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വലിയ വലിയ നേതാക്കളാണ്. ഉത്തുബത്തിനെ പകരം കൊല്ലും എന്ന് കഅബൻ്റെ അടുത്ത് വന്ന് പ്രഖ്യാപിച്ച്, അന്ന് കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലുന്നെ കേട്ടോ, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. പ്രഖ്യാപനം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബോധം വന്നിട്ടുണ്ട്. അപ്പോൾ ബലക്കുടിയും കണ്ടേക്കിന് സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താണെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവർക്ക് ദേഷ്യം വന്നു. ഇവരാകെ താങ്ങി പിടിച്ചു കൊടുക്കുന്നത് ഇനി അത് പറയരുത് എന്ന് കരുതിയിട്ടാണ്. ബോധം വന്നേക്കിന് ആദ്യം ചോദിക്കണത് ഇതാണെന്ന് കണ്ടപ്പോൾ ഉമ്മാട് പറഞ്ഞു, ചെറുക്കൻ എന്തേലുമൊക്കെ തിന്നാൻ കൊടുത്താളി, ഞങ്ങൾ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഓര് പോയി. ഉമ്മ ഭക്ഷണമൊക്കെ എടുത്തിട്ട്, ഉമ്മുൽ ഫളിൽ എന്നോ ഉമ്മുൽ ഖൈർ എന്നോ ആണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ പേര്. ഭക്ഷണമൊക്കെ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, മുഹമ്മദിൻ്റെ വിവരം അറിഞ്ഞാലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂലാറ്. ഉമ്മ ചോദിച്ചു, ഈ രാത്രി എവിടുന്ന് വിവരം കിട്ടാനാണ്? മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പറഞ്ഞു, ഖത്താബിൻ്റെ മകളായ ഫാത്തിമയുടെ അടുക്കൽ പോയാൽ വിവരം ലഭിക്കുമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങളാണ് ഖത്താബിൻ്റെ മകൾ ഫാത്തിമ എന്ന് പറഞ്ഞത്. അവിടെ പോയാൽ വിവരം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ ഉമ്മ പ്രയാസപ്പെട്ട് മെല്ലെ പുറത്തിറങ്ങി ഖത്താബിൻ്റെ മകൾ ഫാത്തിമയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മോന് സുഖമില്ല, ബോധരഹിതനായി കിടക്കിയിരുന്നു, ബോധം തെളിഞ്ഞിട്ടുണ്ട്, ഭക്ഷണമൊന്നും കഴിക്കണില്ല, ഭക്ഷണം കഴിക്കണമെങ്കിൽ മുഹമ്മദിൻ്റെ വിവരം കിട്ടണമെന്നാണ് പറയണത്, അതുകൊണ്ട് എന്തേലും വല്ല വിവരം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് വിവരമൊന്നുമില്ല പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ പറഞ്ഞു, വിവരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോൻ മരിക്കും, ഭക്ഷണം കഴിക്കൂല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിമ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇങ്ങോട്ട് വരികയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താണെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഫാത്തിമ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു. കണ്ണുകൊണ്ട് കാട്ടിയത് ഉമ്മ കേൾക്കുന്നുണ്ട്, ഉമ്മ മുസ്ലിമായിട്ടില്ലല്ലോ. അതിൽ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, കുഴപ്പമില്ല ഇജ്ജ് പറഞ്ഞോ, ഉമ്മ കേട്ടാലും പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അർക്കമിൻ്റെ വീട്ടിൽ മുഹമ്മദ് സുരക്ഷിതനാണെന്ന് പറഞ്ഞു. ദാറുൽ അർക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് നബി തങ്ങൾ താമസിക്കുന്നത്. സ്വകാര്യത്തിൽ ഒളിച്ചു താമസിക്കുന്ന കാലഘട്ടമാണ്. അർക്കമിൻ്റെ വീട്ടിൽ മുഹമ്മദ് സുരക്ഷിതനാണ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി മുഹമ്മദിനെ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാണ് ഞാനീ പറഞ്ഞത്, സിദ്ദീഖുൽ അക്ബറിനെ. ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈമാൻ്റെ അടിസ്ഥാനം. ഇതിപ്പോൾ സഫർ മാസമല്ലോ. സഫർ മാസമായാൽ നമ്മളൊക്കെ മദ്രസയിൽ ഉസ്താദുമാർ കുട്ടികൾക്ക് നബിദിനെ റബീഉൽ അവ്വലായി, അത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ സഫറാവുമ്പോൾ തന്നെ തുടങ്ങും. മദ്രസയിൽ ഉസ്താദുമാർ കുട്ടികൾക്ക് നബിദിന പരിപാടിയൊക്കെ പഠിപ്പിക്കൽ തുടങ്ങും. അങ്ങനെ പഠിപ്പിക്കൽ തുടങ്ങിയാൽ അതേ സമയത്ത് തന്നെ നമ്മളെ നാട്ടിലൊക്കെ മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നുള്ള പ്രസംഗം തുടങ്ങും. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ.
ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും, അതെത്ര കുറഞ്ഞോ അത്ര. ഇതിന് നമ്മൾ ഈമാൻ പഠിക്കേണ്ടത് സിദ്ദീഖുൽ അക്ബറിനെയാണ് റളിയല്ലാഹു അൻഹു. ഞാൻ വരുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും അടുത്ത തലമുറക്കോ ഈമാൻ ഇല്ലാതാകുന്നു എന്നതിൻ്റെ ഉത്തരം മുത്തുനബി കൽബ് കയറിയിട്ടില്ല എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാന്ന് തോന്നിയതാണ് പ്രശ്നമായത്. സിദ്ദീഖുൽ അക്ബറിന് അങ്ങനെ തോന്നിയിട്ടില്ല, ഉമർ ഖത്താബിന് തോന്നിയിട്ടില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന് തോന്നിയിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഓല് വലിയ ആൾക്കാരായി. അവസാനം ഉമ്മാന്റെ തോളിൽ പിടിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് പോയി. നബി തങ്ങളെ കണ്ട് മുലാഖാത്ത് നടത്തി ആലിംഗനം ചെയ്തതിന് ശേഷമാണത്രേ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചത് എന്നതാണ് താരീഖ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ പഠിച്ചാൽ എന്താ ഈമാൻ എന്ന് കിട്ടും. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനനുസരിച്ച് താല്പര്യം കൂടുമെന്നതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത. ബാക്കി ഏത് മനുഷ്യനോടും അടുക്കുന്നതിനനുസരിച്ച് അകലം കൂടും. നല്ല ചങ്ങായിമാരായിരുന്നു, ഓല് തമ്മിൽ യോജിച്ചിങ്ങാണ്ട് ഒരു കച്ചവടം തുടങ്ങിയാൽ 6 ദിവസം കഴിയുമ്പോഴത്തിന് തെറ്റും. ഏത് മനുഷ്യൻ, 2 മനുഷ്യന്മാർ തമ്മിൽ കൂടിയാലും യാത്ര ചെയ്താലും എന്ത് ചെയ്താലും വല്ലാതെ അടുത്താൽ തമ്മിൽ തെറ്റാ ചെയ്യുക. നബിനോട് അടുക്കുന്നതിനനുസരിച്ച് താല്പര്യം കൂടുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കം ഫത്ത് ഉണ്ടായി, ഇസ്ലാമിന് മക്കം ഫത്ഹായി. നബിയും സഹാബത്തും മക്കയിൽ വന്നു, കഅബ കഴുകി വൃത്തിയാക്കി. നബി തങ്ങൾ കഅബയുടെ ഉള്ളിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോന്നൊന്ന് പോയോക്കട്ടെ ചോദിച്ചു. അത് പോയി ചോദിക്കുക, കുഴപ്പമില്ല. അങ്ങനെ വാപ്പാനെ തെരഞ്ഞുപോയി. വാപ്പാനെ തെരഞ്ഞുപോയി വീട്ടിൻ്റെ അവിടെ എത്തി നോക്കുമ്പോൾ തെരഞ്ഞു പിടിച്ച് ചോദിച്ചറിഞ്ഞൊക്കെ എത്തിയപ്പോൾ വാപ്പ സുഖമില്ലാതെ നടക്കുകയാണ്. പ്രായം ഒരുപാടായിട്ടുണ്ട്, കണ്ണ് കാണൂല, എഴുന്നേറ്റ് നടക്കാൻ വയ്യ. മോൻ വന്നു എന്നറിഞ്ഞപ്പോൾ, സിദ്ദീഖുൽ അക്ബർ വന്നു എന്നറിഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, തരാം മോനെ, എനിക്കും എൻ്റെ ദീനായ ഇസ്ലാം ദീനിലേക്ക് വരണമെന്നുണ്ട്. അതിന് എഴുന്നേൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കണ്ണും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനെ തോളിലിട്ടിട്ട് എടുത്തിട്ട് നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു, പുന്നാര നബിയെ, എൻ്റെ വാപ്പാക്ക് മുസ്ലിമാണെന്നുണ്ട് ഇത്രേ, നിങ്ങളൊന്ന് കലിമ ചൊല്ലിക്കൊടുക്കി എന്ന് പറഞ്ഞു. നബി തങ്ങൾ ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വാപ്പ തൻ്റെ ഏറ്റിയല്ലേക്കിന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, എന്താ പോക്കരെ നിങ്ങൾ കരയണതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ സ്ഥാനത്ത് നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബാണ് മുസ്ലിമായിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചതാണ്. കരയാണ്ടായ കാരണം നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, നിന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ എളാപ്പ മുസ്ലിമാകുന്നത് നിനക്ക് ഇഷ്ടമാകാൻ കാരണമെന്തേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ, അതല്ലേ ഇങ്ങക്ക് നല്ലോണം ഇഷ്ടമുണ്ടാകുക എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെ ഇക്കാരം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ അതന്നെയാണ് എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞതാണ് സിദ്ദീഖുൽ അക്ബറിൻ്റെ ഈമാൻ എന്ന് പറഞ്ഞ സാധാരണ. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ്റെ അടിസ്ഥാനം. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ഈമാനുള്ള ആൾക്കാരൊക്കെ പരിശോധിച്ച് നോക്കാണ്, ഇതാണ് കാണാൻ പറ്റുക. നബിതങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യമുള്ളവർക്ക് മരണം വരെ സന്തോഷമായിരിക്കുന്നതാണ്. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ പറയുന്നുണ്ട്, നബിതങ്ങൾ വഫാത്തായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഞാൻ മദീനയിൽ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്തു മരുഭൂമിയിലെത്തി. മദീനയുടെ അതിർത്തിയിൽ കുതിരയെ തിരിച്ചു വിട്ട് മരുഭൂമിയിലൂടെ നടന്ന് മഹാനവറുകൾ നീങ്ങി. അങ്ങനെ ബസറയിൽ പോയി മഹാനവറുകൾ കല്യാണം കഴിച്ച് താമസാക്കി.
ഇനി നാട്ടിലേക്കൊരിക്കലും വരൂല എന്നുള്ള തീരുമാനത്തിൽ അവർ ബസറക്കാർ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിളിച്ചു, നേതാവ് എന്ന് വിളിച്ചു. അവരാ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ബിലാലിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്തിരുന്നുള്ളൂ. കുറേ കാലം താമസിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി മരണപ്പെടാൻ വേണ്ടി പോകുമ്പോൾ നാട്ടുകാർ മൊത്തം കരഞ്ഞു. ഭാര്യയും കരയുന്നത് കണ്ടപ്പോൾ ബിലാൽ ചോദിച്ചു അത്രേ, സഹധർമ്മിണി നീ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് കരയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മോളെ ഞാൻ ഇത്രയും കാലം കരഞ്ഞിരുന്നത് ഒന്നും മരിച്ചു കിട്ടാനായിരുന്നു. എനിക്ക് ഇന്നത്തോടുകൂടെ ഞാൻ ആരെ വിചാരിച്ചാണോ ഇതുവരെ കരഞ്ഞിരുന്നത് ആ ആളെ കാണാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ കരയണ്ട എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് വഫാത്തായി മഹാനായ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ആശിഖീങ്ങൾക്ക് മരണം സന്തോഷമായിരിക്കുന്നതാണ്. ബൂസരി ഇമാമിൻ്റെ സങ്കടം ഉണ്ടായത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല എന്നാണ്, കാലുമ്മ നീര് വന്നില്ല എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായ? ബുർദയിലുണ്ടേ, ബുർദവയത്തിലുണ്ട്. ബുർദവയത്താണല്ലോ ബൂസരി ഇമാമിൻ്റെ ആണല്ലോ ബുർദവയത്ത് അല്ലേ? ബൂസരി ഇമാമിൻ്റെ അല്ലേ ബുർദവയത്ത്? നിങ്ങളിങ്ങനെ ഇളകാതിരുന്നാൽ ആ കസാലയിൽ ഉറച്ചു പോകുമല്ലോ. അപ്പോൾ അത് ഒരു യാനബി അലിക്കാണ് എല്ലാവരും. യാനബി സലാം അലൈക്കും യാ റസൂൽ യാ ഹബീബ് സ്വലവാത്തുല്ലാഹി അലൈക്കും. ഒന്ന് ഇളകാനാണ് ചെല്ലാൻ പറഞ്ഞത്, ആരും ഇളകിയിട്ടില്ല. ആ കസലിൽ നിന്ന് ഇളകാനാ. ഒന്നുകൂടി. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. സിദ്ദീഖുൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബുസ്രി ഇമാം ബുർദവയത്ത് ബുസ്രി ഇമാമിൻ്റെ എഴുതിയതാണ്. ലലം തു സുന്നതമൻ. ഞാൻ വരുമ്പോൾ കുട്ടികൾ ഇവിടെ ചെല്ലിയെന്ന് ബുർദവയത്ത്. ലലം തു സുന്നതമൻ അഹ്യല്ലമ ഇലാ അനിസ്തഖത് ഖദമ ഹുല്ലുറ മിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലലംതു സുന്നതമൻ അഹ്യല്ലമ ഇലാ അനിസ്തഖത് ഖദമാഹുല്ലുറ മിൻ വറമി. നീര് വന്ന് കാല് വീർക്കുന്നത് വരെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച നബിതങ്ങളോട് ഞാൻ എതിര് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബൂസുരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നല്ല, കാലുമ്മ നീര് വന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതകൾ നിക്കരിച്ചിട്ട് കാലുമ്മ നീര് വന്നു, അത് വരുന്നില്ലല്ലോ എന്നാണ് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം എന്നാണ്. ആശിക്കുകൾ അങ്ങനെ ആയിരിക്കും എന്നാണ്. ഒരിക്കൽ നബി തങ്ങൾക്കൊരു രോഗം ഉണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോ ഒരു അസുഖം, പനിയെന്ന് പറയാം, നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. പനി. നബി തങ്ങൾക്ക് പനിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ വന്നപ്പോൾ പനിയാണ് എന്ന് മനസ്സിലായപ്പോൾ സിദ്ദീഖിനും പനിച്ചു. അതാണ് ഇഷ്ക്. നബി തങ്ങൾക്ക് പനിയാണെന്ന് മനസ്സിലായപ്പോൾ മൂപ്പർക്ക് പനിയാണ് തുടങ്ങി. വീട്ടിൽ പോയിട്ട് പനിച്ചാണ് കിടന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പനി മാറി പള്ളിയിൽ വന്നു. സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചു. നബിയെ മൂപ്പരിപ്പോൾ വരലില്ല എന്ന് പറഞ്ഞു. നാം കാണാൻ പോകാറുണ്ട്. 3 ദിവസം തുടർച്ചയായി കണ്ടിരുന്ന ആളെ, സ്ഥിരമായി കാണാറുള്ള ആളെ 3 ദിവസം തുടർച്ചയായി കണ്ടില്ലെങ്കിൽ നബി തങ്ങൾ തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്നാണ്. പള്ളിയിലൊക്കെ ജമാഅത്തിനൊക്കെ എപ്പോഴും കൂടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക.
സ്ഥിരമായി പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ഒരാൾ 3 ദിവസമായി കാണുന്നില്ലെങ്കിൽ തെരഞ്ഞു പോയിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെരഞ്ഞു പോകണം. ആധുനിക കാലത്ത് ഫോൺ ചെയ്താലും മതി എന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഫോൺ അവിടേക്ക് എത്തൂല. എന്തായാലും ഫോൺ അവിടേക്ക് എത്തൂല. പോകൽ തന്നെയാണ് നല്ലത്. ഒന്നാണ് പോയിങ്ങാണ്ട് എന്താ വിവരം എന്ന് ചോദിച്ചാൽ എന്താ പോയി കുഴപ്പമില്ല. അങ്ങനെയാണ്. 3 ദിവസം തുടർച്ചയായി കണ്ടില്ലെങ്കിൽ നബി തങ്ങൾ തെരഞ്ഞു പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സിദ്ദീഖുൽ അക്ബറിനെ തെരഞ്ഞുപോയി. നബി തങ്ങൾ പനി മാറി വന്നു എന്നറിഞ്ഞപ്പോൾ സിദ്ദീഖിൻ്റെ പനിയാണ് മാറിയിട്ട് ഇങ്ങോട്ട് നീച്ചു. അതാണ് ഇഷ്ക് പറഞ്ഞ സാധനം. അത് പൊട്ടും മുറിയൊന്നല്ല. ഒരു പാട്ടും പാടി നീച്ചപ്പോൾ മരിളൽ ഹബീബു ഫഉത്തുഹു ഫമരിളതു മിൻ നസഫി അലൈഹി ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈഹി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കവിത ഉദ്ധരിച്ചിട്ടുണ്ട്. മരിളൽ ഹബീബു, എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി. ഫമരിളതു, അപ്പ എനിക്കും ദണ്ണുണ്ടായി. മിന്നദരി ഇലൈഹി മിന്നസഫി അലൈഹി, മനസ്സിൻ്റെ അടങ്ങേറുണ്ട്. ഫശഫൽ ഹബീബു, എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസുഖം മാറി. ഫസാറനി, എന്നെ കാണാൻ വന്നു. ഫശഫൈതു, ഇന്റെ ദണ്ണം മാറി. മിന്നദരി ഇലൈഹി, നബിനെ കണ്ടപ്പോൾ. രോഗിയാം നബിയോരീകത്ത് ചാരി സിദ്ദീഖും രോഗിയായി. രോഗം മാറി ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. ജവാബല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിൻ്റെ പേരാണ് ഈമാൻ. ഇത് അമ്മക്ക് എത്ര ഉണ്ട് അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. നമ്മളെ മക്കൾക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. ഇതന്നെ സംഗതി. ഇന്നിപ്പോൾ പുതിയ തലമുറ പഠിക്കുന്നതിനനുസരിച്ച് ഈമാൻ പോവുകയുള്ളൂ. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവമത സത്യവാദം, സ്ത്രീപക്ഷപാതം, അങ്ങനെ ഒക്കെ വാദമാണ്. കാലിന് മുട്ട് വേദനയായിട്ട് ഡോക്ടറെ ചെന്നപ്പോൾ മൂപ്പരും പറഞ്ഞോ വാദയിക്കാരെന്ന്. മൊത്തം വാദം എല്ലാം. എന്താ കാരണം? മുഹമ്മദ് നബിനോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സംഗതി. നമുക്കിപ്പോൾ എല്ലാ കാര്യത്തിൻ്റെയും തെളിവ് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യണത്. തെളിവുണ്ടാകുമെന്നറിഞ്ഞിട്ടാണ്. എന്താ കാരണം? മുഹമ്മദ് നബിയോട് താല്പര്യമുണ്ടോ സുന്നിയാവുള്ളൂ എന്നുള്ളതാണ്. ആ താല്പര്യം കുറഞ്ഞു വരുമ്പോഴാണ് അല്ലാത്തതാവുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല നബി തങ്ങളെ പറഞ്ഞു കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഓലിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുന്ന 2 വർത്താനൊക്കെ പറഞ്ഞാൽ അൽമറയിൽ എന്തെങ്കിലും പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കൂലേ. അപ്പോൾ പെട്ടെന്ന് കയ്യെത്തി ആ കിട്ടുന്നിടത്ത് വെക്കുന്നത് നബി തങ്ങളെ പറ്റിയുള്ള ബുക്കാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ലീവൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും എടുക്കലൊക്കെ ഒന്ന് വണ്ടിയിൽ ഇങ്ങനെ പോകൂലേ. അപ്പം നമ്മൾ വണ്ടിയിൽ പാട്ട് ഇങ്ങനെ ഇടൂലേ. ആ പാട്ട് മധുഹുൻ നബി ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഴയ തലമുറയുടെ ഈമാൻ സംരക്ഷിക്കപ്പെട്ടത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യം കൊണ്ടാണ്. പുതിയ തലമുറയുടെ ഈമാനും അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് ആ താല്പര്യത്തുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈമാൻ്റെ സംരക്ഷണമായി. നമ്മളെ സ്വന്തം മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. മഹല്ലുകാർക്ക് കമ്മിറ്റി ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്തി അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക വദുഫിന ഫിൽ മദീന എന്നാണ്. മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ ഒന്നാമത്തെ കാര്യം നമ്മുടെ നബിയായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക, മക്കയിൽ ജനിച്ചു. വദുഫിന ഫിൽ മദീന,
മദീനയിൽ മറവ് ചെയ്യപ്പെട്ടു എന്നതാണ് ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമാകുന്നത് എന്നാണ്. വല്ലിപ്പാൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുന്നേ മുത്തുനബിനെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പയമ്മയും കുട്ടികൾക്ക് ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമാകുന്നത് മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആധാർ കാർഡ് കിട്ടൂല എന്നേ ഉള്ളൂ. അറിഞ്ഞില്ലാച്ചിട്ട് ഈമാനിന് കുഴപ്പമൊന്നും പറ്റൂല. മുഹമ്മദ് നബിയുടെ വാപ്പാൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല. ഒരു വാപ്പല്ല 20 വാപ്പാരെ പേരറിയണം. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യം നബി അലൈഹിസ്സലാം വരെയുള്ള വാപ്പാരുടെ പേരൊക്കെ ലഭ്യമാണ്. ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് 20 വാപ്പാരാണ്. അതുകൊണ്ടാണ് അത് പഠിക്കൽ നിർബന്ധമായത്. അതിൻ്റെ അപ്പുറത്തുള്ള വാപ്പാരെ പേരൊക്കെ ലഭ്യമാണെങ്കിലും പേരിൻ്റെ കാര്യത്തിൽ, ഓമനപ്പേരിൻ്റെ കാര്യത്തിൽ, സ്ഥാനപ്പേരിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. 20 വാപ്പാരെ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ 20 വാപ്പാരെ പഠിക്കണം. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫി യന്തസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ വാലിബ് ഫിഹ്റും മാലിക്കുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സമ്മാമുലറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാബി തിബിയാനു. അതാണ് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാര്. നമ്മളെ മങ്കൂസ് മൗലിദിലുണ്ട് ആദ്യത്തെ ഹദീസിൽ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്. എന്താ അതിൻ്റെ അർത്ഥം? വലം യൽതഖിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ തൊട്ടിട്ടില്ല. അലാ സിഫാഹിൻ, മോശപ്പെട്ട ഒരു പ്രവർത്തനവും, ഖത്തു ഒരിക്കലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാൾ പോലും വ്യഭിചരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പമാരിൽ മേലക്കുള്ള ആദം നബി വരെയുള്ള വാപ്പാരെ പരിശോധിച്ചാൽ ഒരു വാപ്പ പോലും ശിർക്ക് ചെയ്തിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കന്മാരെ പരിശോധിച്ചാൽ ഒരാൾ പോലും മദ്യപിച്ചിട്ടില്ല. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി. നമ്മളെ വാപ്പാരൊക്കെ ഇങ്ങനെ പോന്തി നമ്മൾ ദേശം ഒന്ന് മാന്തി നോക്കിയാൽ തങ്ങന്മാരുടെ തിരക്കുണ്ടാവില്ല. തങ്ങന്മാരുടെ തിരക്കടില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കുറച്ചങ്ങോട്ട് പോയാൽ ഒരു 5-6 കണ്ട് എത്തുമ്പോൾ അതിന് കയ്യുമ്മ ചെളിയാവും. ഇങ്ങനെ മാന്തിയാലേ വാപ്പാരെ പേരിങ്ങനെ പോയാൽ അതന്നെ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ചില്ല, മദ്യപിച്ചില്ല, ലഹരി ഉപയോഗിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു പ്രത്യേകത എന്താ നിങ്ങൾ 40 വയസ്സിന് ശേഷം ശരീഅത്തുൽ ഇസ്ലാം ഹറാമാക്കിയേക്കാവുന്ന ഒരു കാര്യവും 40-ന് മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് ജാഹിലിയ കാലത്താണല്ലോ. അന്ന് ഹലാലല്ലാത്ത ഒന്നുമില്ലല്ലോ, ഒക്കെ ഹലാലാണല്ലോ. പോയോടത്തൊക്കെ പെണ്ണിട്ട് അങ്ങനെയുള്ള പരിപാടി. നോണ സത്യം പറഞ്ഞാലാണ് അത്ഭുതം. നോണ പറഞ്ഞു എന്നുള്ളത് അന്ന് അത്ഭുതമുള്ള കാര്യമല്ല. വ്യഭിചരിച്ചില്ല എന്ന് പറഞ്ഞാൽ അല്ലോ വലിയ അത്ഭുതം. വ്യഭിചരിച്ചു എന്നുള്ളത് അന്ന് അത്ഭുതമല്ല. അങ്ങനത്തെ കാലത്താണ് നബി തങ്ങൾ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സ് കിട്ടി നുബുവത്ത് ലഭിച്ച് ഇസ്ലാമിൽ പിൽക്കാലത്ത് വിരോധിച്ച കാര്യങ്ങളുണ്ടല്ലോ,
ആ കാര്യങ്ങൾ പോലും നുബുവത്തിന് ശേഷം നിരോധിച്ചേക്കാവുന്ന കാര്യങ്ങൾ പോലും 40 വയസ്സിന് മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിൽ നബിയാണെന്ന് പറയാൻ വേണ്ടി 35 വയസ്സ് മുതൽ 5 കൊല്ലം നുണറിയാതിരുന്നതല്ല. 3-ാം വയസ്സിൽ സംസാരം തുടങ്ങിയത് മുതൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാതിരുന്നതാണ്. ലോകത്തങ്ങനെ ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, അത് നമ്മുടെ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി. മുഹമ്മദീയത്ത് പഠിച്ചാലാണ് നുബുവത്തും റിസാലത്തും ബോധ്യപ്പെടുക. 40 വയസ്സിന് ശേഷമുള്ളതാണ് നുബുവത്തും റിസാലത്തും. നുബുവത്തും റിസാലത്തും ബോധ്യപ്പെടണമെങ്കിൽ മുഹമ്മദീയത്ത് പഠിക്കണം എന്നാണ്. അബൂ സുഫിയാനോട് ഹിർക്കൽ രാജാവ് ചോദിക്കുന്നുണ്ടല്ലോ, മുഹമ്മദിന് എത്ര വയസ്സായി? 40 വയസ്സ്. ഇതുവരെയായി വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു കേട്ടോ, അന്ന് സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്തേലും ഒന്ന് പറയണല്ലോ എന്ന് എഴുതിയിട്ട് പറഞ്ഞതാ. അത് അണ്ട് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കാനുള്ളൊരു പ്രയാസം കൊണ്ടേ ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയോ എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിർക്കൽ രാജാവ് പറയുന്നുണ്ട്, 40 വയസ്സ് വരെ ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അയാൾ പറയില്ല. കാരണം നുണ പറയുകയാണെങ്കിൽ പറയേണ്ടത് 40ൻ്റെ മുമ്പായിരുന്നു. 40 വയസ്സ് വരെ കളവ് പറയാത്ത ഒരാൾ ഇനി പറയാൻ കഴിയില്ല, സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. നുബുവത്തിന് ശേഷം വിരോധിക്കപ്പെടേക്കാവുന്ന ഒരു കാര്യം നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. സ്വഹാബത്തിൽ നിന്ന് പലരും മദ്യപിച്ചിട്ടുണ്ട് മദ്യം നിരോധിക്കുന്നതിന് മുമ്പ്. പക്ഷേ മുസ്തഫായ നബി തങ്ങൾ മദ്യപിച്ചിട്ടില്ല. നബി തങ്ങൾ മദ്യപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കളിൽ നിന്ന് ആരും മദ്യപിച്ചിട്ടില്ല. അങ്ങനെ ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദീയത്തിനെ പഠിച്ചാൽ നുബുവത്ത് ബോധ്യപ്പെടും എന്നുള്ളതാണ്, റിസാലത്തും ബോധ്യപ്പെടുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് പഠിക്കാൻ മാത്രമുള്ളതാണ്, ഒരുപാട് പഠിക്കാണ്ട് എന്നാണ്. നമ്മളൊക്കെ നമ്മളമ്മ പ്രസവിച്ചാണല്ലോ ഇരിക്കണം. എല്ലാവരും ഇമ്മാര് പ്രസവിച്ചാണല്ലോ. ഉമ്മ പ്രസവിക്കാത്ത സ്വാലിഹ് നബിയുടെ ഒട്ടകം പാറിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു, ബാക്കിയൊക്കെ ഉമ്മാര് പ്രസവിച്ചതാണ്. നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ 3 ആളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഉമ്മ ഏതായാലും ഉണ്ട്, ഉമ്മാൻ്റെ അമ്മയുണ്ട്, ഒരു മിഡ് വൈഫർ, ഒരു നഴ്സ്, പ്രസവം എടുക്കാനുള്ള ഒരു സ്ത്രീ ഉണ്ടാവും. 3 ആൾ ചുരുങ്ങിയത് ഉണ്ടാവും. ഈ 3 ആൾ നമുക്ക് ഓർമ്മയില്ലല്ലോ, ഉമ്മാക്കും ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മളെ ചെവിക്കുണ്ടായ ഏറ്റവും വലിയ ദൗർഭാഗ്യം. നമ്മളെ ചെവിക്കുണ്ടായ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്നു എന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നാൽ ഉറങ്ങൽ പതിവുണ്ട്. ഉറങ്ങുമ്പോൾ നെറ്റിത്തടം വിയർക്കും. ആ വിയർക്കുന്ന നെറ്റിത്തടത്തിലെ വിയർപ്പ് ഹഫ്സ ബീവി തുടച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ട് സുഗന്ധമാക്കി ഉപയോഗിക്കൽ പതിവുണ്ടായിരുന്നു. ആ വിയർപ്പ് എടുത്ത് വെച്ചിട്ട് സുഗന്ധമായിട്ട് ഉപയോഗിക്കും. നമ്മളെ കൈ ഇങ്ങനെ ഒന്ന് വരുതിയിട്ട് ഇങ്ങനെ വാസനിച്ച് നോക്കിയാൽ കോഴിക്കൂടിലേക്ക് തലട്ടമാതിരി ഉണ്ടാവും. എന്നിട്ട് ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ വലിയ അക്രമം വേറെ എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയ അക്രമം എന്താ ഉള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് പോയാൽ നബിതങ്ങൾ മടങ്ങി വന്നതിൻ്റെ ശേഷം ഞാൻ ആ സ്ഥലത്ത് പലതവണ പോയി നോക്കിയിട്ടുണ്ട്, ഒന്നും കാണാറില്ല. ഭൂമി വിഴുങ്ങലായിരുന്നു പതിവ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമോ മൂത്രമോ ആരും കാണാറുണ്ടായിരുന്നില്ല.
എന്നിട്ട് ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറയാം. മനുഷ്യനാണെന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല, സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹസായിസുകൾ, പ്രത്യേകതകൾ ബോധ്യപ്പെട്ടാലല്ലാതെ ഈമാൻ നിലനിൽക്കൂല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മരിക്കുമ്പോൾ വേദന ഉണ്ടാവുമെന്ന്. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. സത്യത്തിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ബോധം പോവും. ബോധം പോയിട്ട് പിന്നെയാണ് മരിക്കുക. ബോധം ആദ്യം പോവും. കണ്ണ് യാത്ര പറയലാണ് ബോധം നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളം. മനുഷ്യൻ്റെ കണ്ണാണ് ആദ്യമായിട്ട് മരിക്കുക. വാപ്പ നമ്മളെ നോക്കണമെന്ന് നമുക്കിങ്ങനെ തോന്നും, പക്ഷെ നോട്ടം ആദ്യം അവസാനിപ്പിക്കും. നോട്ടമാണ് ആദ്യം അവസാനിപ്പിക്കുന്നത്. നോട്ടം അവസാനിക്കലാണ് ബോധം പോകുന്നതിൻ്റെ അടയാളം. ബോധം പോയിട്ട് പിന്നെ ഏത് മനുഷ്യനെ മരിക്കുള്ളൂ? 5 മിനിറ്റ് കൊണ്ട് ഒരാൾ മരിക്കുകയാണെങ്കിലും ആദ്യം ബോധം പോവും, പിന്നെ മരിക്കും. 1 മണിക്കൂർ കൊണ്ട് മരിക്കുകയാണെങ്കിലോ 4 ദിവസം കൊണ്ട് മരിക്കുകയാണെങ്കിലും ആദ്യം ബോധം പോവും, പിന്നെ മരിക്കും. അങ്ങനെയാണ്. അപ്പം മരിക്കുന്നതിന് മുമ്പ് ബോധം പോകും. ശരിക്കും ഇപ്പോൾ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി നടക്കുകയാണെന്ന് വിചാരിക്കുക. വേദന അറിയാതിരിക്കാൻ വേണ്ടി ബോധം കെടുത്തല്ല. ബോധം പോയാൽ പിന്നെ വേദന അറിയാൻ പാടില്ലല്ലോ. എന്നാലും മരിക്കുമ്പോൾ വേദന ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസം പോയാൽ അതിൻ്റെ ഒപ്പം സ്വർഗത്തിലുള്ള വിശ്വാസം പോകും, നരകത്തിലുള്ള വിശ്വാസം പോകും, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന വിശ്വാസം പോകും. ഖുർആനിനെ ആക്ഷേപിക്കുന്നവർ ഖുർആനിനോടുള്ള എതിർപ്പുകൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ ഇസ്ലാമിൻ്റെ നിയമങ്ങളോടോ വ്യവസ്ഥിതിയോടോ ഉള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്, സിറാകുന്നു, രഹസ്യമാകുന്നു. ഈ ഉലകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മുഹമ്മദ് നബിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഉണ്ടായതെല്ലാം, നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെല്ലാം, ഇനി ഉണ്ടാവാൻ പോകുന്നതല്ല. ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോണത് മഹ്ശറയുള്ളൂ. ഇനിയിപ്പോൾ വരാൻ പോണൊരു സംഗതി എന്ന് പറഞ്ഞത് മഹ്ശറയാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് ചോദിക്കണം, ഈ മഹ്ശറ എന്തിനുള്ളതാണ്? നമ്മൾ നന്മ തിന്മകൾ എഴുതിയ ഏട് വിതരണം ചെയ്യുക, അത് തൂക്കുക, ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും തിരിക്കുക. അതിനെന്തിനാ 50,000 കൊല്ലം? മഹ്ശറ 50,000 കൊല്ലം ഉണ്ടല്ലോ ഏറ്റവും ചുരുങ്ങിയത്. എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാൽ 50,000 വർഷം ഉണ്ടാവും മഹ്ശറ എന്നാണ്. 50,000 കൊല്ലം കഴിഞ്ഞിട്ട് ഹിസാബ് തുടങ്ങും. തുടങ്ങിയാൽ എപ്പോഴാണ് തീരുക? അത് തുടങ്ങിയേക്കിന് തന്നെ തീരും. അള്ളയാണ് നോക്കണത്. അല്ലാതെ ആൽഫബറ്റിക് ഓർഡറിൽ ഇങ്ങനെ വരി നിർത്തിയിട്ട് പേര് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആദ്യം വിളിക്കുക, സൈനുദ്ദീനൊക്കെ കുടുങ്ങിയ എന്നെ അവസാനം വിളിക്കും എന്ന് വിചാരിക്കണ്ട. ഞാനോ കഴിച്ചില്ല, എൻ്റെ പേര് അഹമ്മദ് സാലിം എന്നാണ്. അങ്ങനെ വിചാരിക്കണ്ട. എല്ലാവരും ഒപ്പണ്ട് വിളിക്കും. അള്ളയാണ് നോക്കണത്, അല്ലാതെ വേറെ എവിടെയും പട്ടിക നോക്കല്ല. നോക്കലങ്ങോട്ട് തുടങ്ങി കിട്ടണമെങ്കിൽ 50,000 കൊല്ലം കഴിയണം. എന്തിനാണ് 50,000 കൊല്ലം? ഹിസാബ് നടത്താനാണെങ്കിൽ ചെന്നേക്കിന് തന്നെ തുടങ്ങിയാൽ മതിയല്ലോ. 50,000 കൊല്ലം എന്താ പരിപാടി? ഒരു പണിയില്ല, മേപ്പെട്ട് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുക, ഒരു പണിയില്ല. ഞെരിയാണി വരെ വിയർപ്പ്, കാൽമുട്ട് വരെ വിയർപ്പ്, അര വരെ വിയർപ്പ്, തൊണ്ട വരെ വിയർപ്പ്, ചെവി വരെ വിയർപ്പ്, മൂക്ക് വരെ വിയർപ്പ്. വിയർപ്പിൽ മുങ്ങിത്താവുന്നവരും അർശിൻ്റെ നിഴൽ കൊള്ളുന്ന 7 വിഭാഗവും അങ്ങനെ നിൽക്കുക. അവിടെ അങ്ങനെ കുറേ വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. 50,000 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ തമ്മ പറയും, എന്താ ഇപ്പം ഈ നൃത്തം, നമ്മളെവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ.